ഇതാ സ്ത്രീയുടെ ഫോണായിരിക്കും, ഒന്ന് എടുക്ക്. എത്ര നേരമായി ഫോൺ അടിക്കുന്നു, അതൊന്ന് എടുക്ക്. ഒരു കാര്യം, പെട്ടെന്ന് കയറി വേണ്ടെന്നൊന്നും പറഞ്ഞേക്കരുത്. ജോലിക്കാരുടെ ശമ്പളം, വാടക, മറ്റ് ചിലവ്, ഇതിനൊന്നും തൽക്കാലം വേറെ പോംവഴിയില്ലെന്ന് ആലോചിക്കണം. നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ സംസാരിക്കാം. ഹലോ, സേഫ് സെക്യൂരിറ്റി സർവീസ് ഹിയർ. ആരാ? അതെ അതെ, പപ്പനാണ്. അതെ, ഇന്നലെ കണ്ട ആള് തന്നെ. ഇല്ല, പുറത്തു പോയിരിക്കാണ്. എന്നെ എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചേച്ചാ പോയിരിക്കുന്നത്. ഹരിഹരനും പപ്പനും ഒക്കെ ഒന്ന് തന്നെ. ഇവിടെ ഞങ്ങൾ തമ്മിൽ രഹസ്യമൊന്നും ഇല്ല. നിങ്ങൾ ഏൽപ്പിച്ച ജോലി ഞങ്ങൾ ഏറ്റെടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. പിന്നെ ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. വിചാരിച്ച പോലെയല്ല കാര്യങ്ങള്. അല്പം ചെലവ് കൂടും. പിന്നെ ചില പ്രാഥമിക അന്വേഷണങ്ങളൊക്കെ ഞങ്ങൾ നടത്തി. അല്ല, ഇവിടെ പുറത്ത് ഹോം ഗാർഡ്സിന് ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുന്നു. അതല്ല, ചെലവല്പം കൂടും. ചെലവൊന്നും പ്രശ്നമല്ലെന്ന് അറിയാം. അത് വഴി അറിയിക്കാം. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഏൽപ്പിച്ച ജോലി ഞങ്ങൾ ആത്മാർത്ഥമായി ചെയ്യും. പക്ഷേ വിജയിച്ചാലും പരാജയപ്പെട്ടാലും ഫീസ് കൃത്യമായി തരണം. അതിലൊരു കുറവുണ്ടാവരുത്. ചുമ്മാ. അയ്യോ സോറി, ഇവിടെ ഗാർഡ്സിന്റെ അടുത്ത് പറഞ്ഞതാ. ശരി, അപ്പൊ വീണ്ടും വിളിക്കില്ലേ? തുടങ്ങാനൊന്നുമില്ല, തുടങ്ങി കഴിഞ്ഞു. അയ്യോ, നീ എന്തൊക്കെയാ അവരോട് പറഞ്ഞത്? പിന്നെ കാര്യങ്ങൾ വ്യക്തമായി പറയണ്ടേ? നീ എന്താ ചെയ്യാൻ പോകുന്നേ? അതൊക്കെ ഞാൻ പറയാം. നീ എന്റെ ഒപ്പം ഒന്ന് നിന്ന് തന്നാ മതി. എനിക്കെന്തോ ഇത് വരാൻ പോകുന്ന ഒരു ആപത്തിന്റെ സൂചനയായിട്ടാ തോന്നുന്നു. എനിക്ക് നേരെ മറിച്ച. പപ്പ പറയുന്നത് കേൾക്ക്. നമുക്ക് പൈസക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് സത്യം. എവിടെന്നെങ്കിലും കടം വാങ്ങിച്ചാണെങ്കിലും ഞാനത് മേക്കപ്പ് ചെയ്യാം. ഇനി ആ സ്ത്രീ വിളിക്കുമ്പോൾ നമുക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞ് പണം മടക്കി കൊടുക്കുന്നതാണ് നല്ലത്. നീ എന്നെങ്കിലും ഒരു നല്ല കാര്യം നടക്കാൻ നേരാമണ്ണം സമ്മതിച്ചിട്ടുണ്ടോ? പേടിയും മടിയും നിന്റെ കൂടെ പറപ്പാ. ഇനി നമ്മൾ എന്തായാലും ഈ ജോലി ഒന്ന് പുറകോട്ടില്ല. വരുന്നിടത്ത് ചെയ്യണം. എടാ, ഞാനൊരു കാര്യം പറയാം. മുഴുവൻ കേൾക്കുന്നതിന് മുമ്പ് ക്യാപ്റ്റൻ കയറി എതിർക്കരുത്. സേഫ് സെക്യൂരിറ്റി സർവീസ് അവരുടെ പുതിയ ഡിവിഷൻ ആരംഭിക്കാൻ പോകുന്നു. സേഫ് ഇന്റലിജൻസ് സർവീസ്. ഇന്റലിജൻസ്? അതെ, ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം തുടങ്ങി. അവന്റെ ഒടുക്കത്തെ ഒരു സ്വപ്നം കാണും. ഇത് കേൾക്ക്. നാട്ടിൽ കൂണുപോലെ സെക്യൂരിറ്റി സർവീസുകൾ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള കാലം ഇതിനെ മാത്രം തമ്പിക്കൊണ്ടിരുന്ന ഒന്നും നടക്കില്ല എന്റെ പൊന്നെ. അതുകൊണ്ട് പതുക്കെ നമ്മുടെ ലൈൻ ഒന്നും മാറ്റുന്നു. ഗ്ലോബ് ഡിക്റ്റേറ്റീവ് ഏജൻസിയെ പോലെ, പ്രീമിയർ ഡിക്റ്റേറ്റീവ് സർവീസിനെ പോലെ സേഫ് സെക്യൂരിറ്റി സർവീസ് അവരുടെ പുതിയ ഡിവിഷൻ തുടങ്ങാൻ പോകുന്നു. ഇതുവരെ എനിക്ക് സംശയം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ ബോധ്യായി. എന്ത്? നിനക്ക് വട്ടാണെന്ന്. പല മഹാന്മാരും വട്ടന്മാരായിരുന്നു ബ്രദർ. സേഫ് സെക്യൂരിറ്റി സർവീസ് അവരുടെ ജെയിംസ് ബോണ്ട് ഡിവിഷൻ ആരംഭിക്കും. ഒന്ന് വേഗം കെട്ടിക്കേ. ഇതൊക്കെ എന്തിനാ സാറേ? ഇതൊക്കെ വേണം സാറേ. പോലീസിനും പട്ടാളത്തിനും ഡോക്ടറിനും വക്കീലിനും ഉള്ളതുപോലെ ഡിക്റ്റേറ്റീവിനും വേണ്ടേ ഒരു ഐഡന്റിറ്റി? ഉഗ്രനായിട്ടുണ്ട്. ഇന്ത്യക്ക് ഈ കുരങ്ങളിക്ക് ഞാൻ എങ്ങനെ നിന്ന് തരുമെന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് ഒരു പിടുത്തവും കിട്ടാത്തത്. അതൊക്കെ പിന്നെ പറഞ്ഞുതരാം. തൽക്കാലം നമുക്ക് ആ പെണ്ണ് ജോലി ചെയ്യുന്ന ഹോട്ടലിലേക്ക് ഒന്ന് പോവാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഒരൊറ്റ ആളോട് ഒരക്ഷരം ഞാൻ മിണ്ടില്ല, ഒരു കാര്യത്തിലും ഇടപെടുകയില്ല. വേണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ക്യാപ്റ്റൻ എന്റെ കൂടെ നിന്ന് തന്നാ മതി. സംഗതി ക്ലീൻ. രാജി എന്ന പേരിൽ ഒരു പെണ്ണ് ഇവിടെ ജോലിയിലില്ല. ഓഹോ, ഇപ്പൊ ഇവിടെ ജോലിയിലുള്ള പെണ്ണുങ്ങളുടെ പേരൊക്കെ പറഞ്ഞേ. എന്ത് കാര്യത്തിനാ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്? നിങ്ങൾ പറഞ്ഞ പേരിലുള്ള ഒരു പെൺകുട്ടി ഇവിടെ ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഇപ്പോൾ ഇല്ലെങ്കിൽ വേണ്ട, മുമ്പുണ്ടായിരുന്നോ ചോദിച്ചത്. ഇത്രയൊക്കെ വിസ്തരിച്ച് ചോദിക്കാൻ താനാരാ? ഞാൻ ആരെങ്കിലും ആവട്ടെ, ചോദിച്ചതിന് സമാധാനം പറ. അങ്ങനെ ഒരുത്തി ഇവിടെ ഉണ്ടായിരുന്നോ ഇല്ലെന്നോ ചോദിച്ചത്? വല്ലവന്റെ സ്ഥാപനത്തിൽ കയറി മെക്കെട്ട് കയറുന്ന പിടിച്ച് പുറത്താളടാ. ഞാനൂല് നിന്റെ തന്തയാടാ. തന്തയ്ക്ക് വിളിക്കുന്നടാ. ഇറങ്ങി പോടാ. ഓഫീസിൽ കയറി വന്ന് തോന്നിയാസം കാണിക്കുന്നു. സാർ പാവാണ് സാർ, ഞാൻ നോക്കില്ല സാർ, ഞാൻ നോക്കില്ല സാർ, പാവാണ് സാർ. സാർ, ആ വിളിച്ചോണ്ട് പോയ ആളെ എനിക്കറിയാം. അയാളൊരു സെക്യൂരിറ്റി ഏജൻസി നടത്തുന്ന ആളാ. തീർന്നില്ലേ നിന്റെ അന്വേഷണവും ഗവേഷണമൊക്കെ? കയ്യോ കാലോ പിടിച്ച് കാര്യം സാധിക്കേണ്ടതിന് പകരം തലേ കയറി ആരെങ്കിലും സമ്മതിക്കോടാ? എന്നെ ഞാഞ്ഞൂലെന്ന് വിളിച്ചപ്പോഴാ മിണ്ടിപ്പോരുത്. കാല് പിടിച്ച് പറഞ്ഞാൽ നമുക്ക് ഈ വക ഇടപാടിലൊന്നും ചെന്ന് ചാടണ്ടാന്ന് സമ്മതിക്കല. അപ്പൊ അവന് CID കളിക്കണം. ഹലോ, സേഫ് സെക്യൂരിറ്റി സർവീസ് അല്ല, ഇത് ഭ്രാന്താശുപത്രിയാണ്. വയ്യടാ പോണ അവിടെ. മതിയായില്ലടാ. അല്ല സുഹൃത്തെ, മനസ്സിലാകാത്തോണ്ട് ചോദിക്കുക, നിന്റെ ഓഫീസ് എന്നാ ഭ്രാന്താശുപത്രി ആക്കിയത്? അത് പിന്നെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയത്താണ് നീ വിളിച്ചത്.
ആ ഒരു ചൂടിന് പറഞ്ഞു പോയതാ. അതുകൂടെ എന്താ വിളിച്ചത്? കാര്യം പറ. നീ നിന്റെ പാർട്ട്ണർ ആ വട്ടനം കൂടെ നാഷണൽ ഹോട്ടലിൽ പോയി എന്തിനാ വഴക്കുണ്ടാക്കിയത്? വഴക്കുണ്ടാക്കി? ആര് പറഞ്ഞു? അവരുടെ കംപ്ലൈന്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞു എന്നല്ലാതെ വേറെ കുഴപ്പമൊന്നും. ഏതായാലും ആള് നീയാണെന്ന് അറിഞ്ഞപ്പോ ഞാൻ കേസൊന്നും എടുക്കാൻ പോയില്ല. അവരെ സമാധാനിപ്പിച്ചു വിട്ടു. അതൊക്കെ പോട്ടെ, നീ എന്തിനാ അവിടെ ഒരു പെണ്ണിനെ അന്വേഷിച്ചു തന്നത്? അത് പിന്നെ എനിക്ക് കാര്യം മനസ്സിലായി. ഏതാടാ ചരക്ക്? അയ്യേ, നീ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. വേറൊരാൾക്ക് വേണ്ടി ഒരു പെണ്ണെ അന്വേഷിച്ച് അവിടെ വരെ ഒന്ന് പോയതാ. നീ എന്നാടാ ആ പണി തുടങ്ങിയത്? പോലീസാണെന്ന് പറഞ്ഞ് പോക്കിരിത്തരം പറഞ്ഞാലുണ്ടല്ലോ. എന്താടാ അവളുടെ പേര്? രാജി. ചായ കുടിക്ക്. കുടിച്ചോടാ. ബഹുമാനം മനസ്സിലാ വേണ്ടത്, കയ്യുമേലല്ല. ഓക്കേ? സല്യൂട്ട് അല്ല ഇവിടെ പ്രശ്നം. വാക്സിൻസ് ഒക്കെ കിട്ടിയില്ലേ? എവിടെ? ഉണ്ണിക്കുട്ടൻ, ഉത്തരാമചരിതം, മനോരാജ്യം, ടോംസ്, പൂമ്പാറ്റി എവിടെ? അടിയിലുണ്ട് സാർ. അടിയില്ല. ഇവിടെ ആ മിടുക്കൻ. കൈ കൊടുക്ക്. സമയായിട്ടില്ല, പിന്നെ തരാം. ഈ പാവാര സാറിനൊരു പരാതി നേരിട്ട് തരാൻ വേണ്ടി വന്നിരിക്കുക. എന്നിട്ട് പരാതി എവിടെ? ഇതൊന്ന് പിടിച്ചേ. പോലീസ് സ്റ്റേഷനിലേക്ക് ഉണ്ടാ മുതുക്ക പരാതി കൊണ്ടുവരണേ. അല്പം നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ സാറിന് പരാതി ഇഷ്ടമല്ലെന്ന്? വരൂ വരൂ വരൂ, കമാൺ. ഏയ്, അവൻ അത്തരത്തിൽപ്പെട്ട ആളൊന്നുമല്ല. അതേന്നേ, ഞങ്ങൾ പഴയ സുഹൃത്തുക്കളല്ലേ. നമ്മുടെ ആളാന്നേ. കാര്യം അവിടെ വന്നിട്ട് പറയാന്ന് പറയും. കാര്യമൊക്കെ അവിടെ വന്നിട്ട് പറയാം. അവനിവിടെ ഇരിപ്പുണ്ടെന്നേ. ആ വെക്കട്ടെ. താ എന്തിനുണ്ട് ഇവിടെ കിടന്ന് തവള കളിക്കണേ? ചിരിക്കണേ? ഇത് കണ്ടാ പിന്നെ എങ്ങനെയാണ് സാറേ ചിരിക്കാതിരിക്കുന്നത്? വയസ്സും പ്രായം നോക്കിയില്ല, ചിലപ്പോ വീട്ടിൽ പോയിരിക്കുന്നവരും ഡിപ്പാർട്ട്മെന്റിൽ സ്വസ്ഥത കിട്ടില്ലെന്ന് വെച്ചാൽ ഇതെന്തത്? താ എന്നെ പഠിപ്പിക്കണ്ട. എപ്പ ഇന്ന ആവണം, എപ്പ ഔട്ട് ആവണം, അതെനിക്കറിയാം. തൊപ്പി തെറിക്കരുത്. ആരോടാടോ ആ CI ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്? ആർക്കറിയാം സാർ, ഏത് നേരവും ഇത് തന്നെയാ പണി. ഒന്നുകിൽ ഫോണിന്റെ അടുത്തായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും പരിചയക്കാർ കാണും കൂടെ. ഒരു പണി എടുക്കൂല. സാറ് കടന്നു പോയത് അറിയാഞ്ഞിട്ടൊന്നല്ല, ഭയങ്കര പുച്ഛമാ സീനിയേഴ്സിനോട്. സാറില്ലാത്ത സമയത്ത് സാറിനെ കഴുതാന്നും ചെറ്റാന്നും ഒക്കെ ആ സംബോധന ഭയങ്കര നകളിപ്പാ. അയാളോട് വരാൻ പറയും. യെസ് സാർ. ഓഹോ, സാർ പാല്. പാലൊന്നും എനിക്ക് വേണ്ട ചങ്ങാതി, ഞാനിതൊന്ന് വായിക്കട്ടെ. അതൊന്നും എടുക്കടോ. ഹലോ ഹലോ. ഓ ഹലോ. ഓ, ഇയാളെ നിനക്ക് തൊള്ളുറക്കണേ? സാർ ഒന്നും കേൾക്കുന്നില്ല. ഇവിടെ ബെല്ലടിക്കുന്നത് അതിലല്ലേ? ഇതോ? ആ, ഹലോ. ഇതില് കേൾക്കുന്നുണ്ട് സാർ. എന്താ കാര്യം ചോദിക്കടോ? എന്താ കാര്യം? DYSP സാറോ ഇവിടെ ഉണ്ടല്ലോ? അയ്യോ, ഇവിടില്ല, ഇവിടില്ല. വായിക്കാനും സമ്മതിക്കണില്ലോ ഈ പിശാചുക്കള്. ആ, പിശാചെന്ന് കേട്ട് പേടിക്കൊന്നും വേണ്ട. സാർ, ആസ്ട്രേലിയയിലൊരു ജീവിയാണ് പിശാച്. അതെന്താ അവിടെ മാത്രം ഇങ്ങനെ പിശാച് വന്നേ? സാർ, പിശാചുക്കൾ ഒരുപാട് ഉണ്ടെങ്കിലും സാർ, അയ്യോ, കുറെ നേരമായി ഞാൻ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഡിപ്പാർട്ട്മെന്റിലെ ഫോൺ
കണ്ണി കണ്ടവരോട് സൊള്ളി സമയം കളയാനുള്ളതല്ല. എപ്പം നോക്കിയാലും ആ ഫോൺ തന്റെ ചെവി തന്നെയാണല്ലോ. പിന്നെ റിസീവർ എവിടെയാണ് സാർ റിസീവർ പിടിക്കുന്നത്? തന്റെ കാലിന്റെ എന്നെ കൊണ്ട് പറയിപ്പിക്കണോ? വേണ്ട, ആരായിരുന്നു തന്റെ കൂടെ ഉണ്ടായിരുന്നത്? എന്റെ ഒരു സുഹൃത്തായിരുന്നു. എന്നെ പോലെ വിവരവും കഴിവുള്ള സീനിയേഴ്സിനെ പുച്ഛിച്ച് സംസാരിച്ചില്ലെങ്കിൽ തനിക്ക് ഉറക്കം വരില്ല അല്ലേ? ഇല്ല സാർ. എന്താ പറഞ്ഞേ? അല്ല, പുച്ഛിച്ച് സംസാരിക്കാറില്ല എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. താനിപ്പോ ഏത് കേസാണോ അന്വേഷിക്കണേ? ക്രൈം 27/1991. അതെന്തിട്ട് കേസാണോ? ഫയൽ കൊടുത്തുകൂടാ? തറക്കുത്തരെ പറയൂല്ലേ? ചോദ്യം അങ്ങനെ ആയാൽ തപ്പോടോ. ഉം. ആ. എന്റെ അമ്മേ, പിടിക്ക്, പിടിക്ക്. Don't touch me. സാറിന് വല്ലതും പറ്റിയോ? പോടോ. ഓ, എന്തൊരു ഹെന്മ. ഉണ്ടായിരുന്ന സ്റ്റാഫിനെല്ലാം പിരിച്ചുവിട്ടതിന് ശേഷമാണ് ഞങ്ങൾ ഈ ഹോട്ടൽ വിലയ്ക്ക് വാങ്ങിയത്. പഴയ സ്റ്റാഫിൽപ്പെട്ട കണ്ണൻ എന്ന റിസപ്ഷനിസ്റ്റേ ഇപ്പൊ ഇവിടെ ഉള്ളൂ. അപ്പൊ ആ പെണ്ണിനെ കുറിച്ച് അയാളോട് ചോദിച്ചല്ലറിയില്ലേ? ചോദിച്ചു നോക്കാം. നിങ്ങൾ ഇപ്പൊ സംസാരിച്ചതുപോലെ ഇയാൾ അന്ന് മര്യാദയ്ക്ക് ചോദിച്ചിരുന്നെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ലായിരുന്നു. ഇയാളുടെ സംസാരം കേട്ട ആരെങ്കിലും ഉത്തരം പറയൂ? അതിപ്പോ ഒരു അന്വേഷണം അല്പം ഗൗരവം. വരൂ. കണ്ണ, പഴയ മാനേജ്മെന്റ് കീഴിൽ രാജി എന്ന പേരിൽ ആരെങ്കിലും ജോലിക്കുണ്ടായിരുന്നോ? ആ ഉണ്ടായിരുന്നു. അവരിപ്പോ എവിടെയാണെന്ന് അറിയാമോ? അറിയില്ല സാർ. അവർക്ക് ഇവിടെ എന്തായിരുന്നു ജോലി? അവരിപ്പോ എവിടെയാണ് താമസിക്കുന്നതെന്ന് അറിയോ? അറിയില്ലല്ലോ സാർ. ഞാനൊരു കാര്യം ചെയ്യാം. പഴയ ഉടമസ്ഥനോട് ആ പെണ്ണിനെ കുറിച്ച് അന്വേഷിച്ച് വിവരം നിങ്ങളെ അറിയിക്കാം. മതി. താങ്ക് യു വെരി മച്ച്. ബുദ്ധിമുട്ടിപ്പിച്ചാൽ ക്ഷമിക്കണം. It's all right. ഞങ്ങൾ വരട്ടെ. എക്സ്ക്യൂസ് മീ, ആ. എന്താ പേര്? ബോണ്ട്, ജെയിംസ് ബോണ്ട്. എന്റെ പേര് ഹരിഹരൻ, ഇവന്റെ ഒരു പപ്പൻ. വരട്ടെ. Okay. ആരായി ഡെഡ് ബോഡി ആദ്യം കണ്ടത്? ഈ കുട്ടികളാണ് സാർ. നിങ്ങളാണോ കണ്ടത്? അതെ സാർ. എത്ര മണിക്കാ കണ്ടത്? ഇന്ന് രാവിലെ 8 മണിക്ക്. ഹലോ, മിസ്റ്റർ ഹരിഹരനാണോ? ആ, ഇത് ഞാനാ, ഹോട്ടൽ നാഷണലിന്റെ മാനേജർ. പിന്നെ ഞാൻ ആ പെണ്ണിനെ കുറിച്ച് അന്വേഷിച്ചു. ഹോളി ഏഞ്ചൽസ് വിമൻസ് ഹോസ്റ്റലിലായിരുന്നു താമസിച്ചിരുന്നത്. ഓഹോ. ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ആ സ്ത്രീ ഇപ്പോൾ അവിടെ ഇല്ലെന്നാണ്. എവിടെയാണെന്ന് ഇപ്പോൾ ആർക്കും അറിയില്ലെന്ന്. താങ്ക് യു സർ. നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന പെണ്ണ് ഒരു വിമൻസ് ഹോസ്റ്റലിലാണ് താമസിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ അവിടെ ഇല്ല. പക്ഷേ ഇതിലൊരു പെണ്ണിന്റെ വിശേഷമുണ്ട്. കത്തിക്കരിഞ്ഞ നിലയിൽ സ്ത്രീയുടെ ജഡം പോലീസുകാർ കണ്ടെടുത്തു. ശരീരം ഭൂരിഭാഗവും കത്തിക്കരിഞ്ഞ നിലയിലാണ് കാണപ്പെട്ടത്. പോലീസ് അന്വേഷണത്തിൽ മരിച്ച സ്ത്രീയുടെ പേര് രാജി എന്നാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അന്വേഷണം പുരോഗമിക്കുന്നു. നമ്മൾ അന്വേഷിക്കുന്ന പെണ്ണിന്റെ പേരും രാജി എന്നല്ലേ? ആ, നീ എന്നെ ചീത്ത പറയരുത്. ഞാൻ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടു. ഓ. നമ്മൾ അന്വേഷിക്കുന്ന പെണ്ണ് മരിച്ചു പോയതായിട്ട്. ഇതുവരെ നമ്മൾ കണ്ടില്ലാത്ത പെണ്ണ് നീ എങ്ങനെ സ്വപ്നം കാണുന്നേ? അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. സ്വപ്നത്തിൽ ഒരു പെണ്ണ് മരിച്ചു പോകുന്നതായി ഞാൻ കണ്ടു. അവൾ നമ്മൾ അന്വേഷിക്കുന്ന പെണ്ണാണെന്ന് എനിക്ക് തോന്നി. അതിനിപ്പോ ഞാനെന്ത് വേണം? ആ പെണ്ണും ഈ പെണ്ണും ഒന്നാണോ എന്ന് നമുക്കറിയണം. അതിനിപ്പോ എന്താ ഒരു വഴി? ആ, നിന്റെ കൂട്ടുകാരനല്ലേ ആ CI? അയാളെ വിളിച്ച് ചോദിക്കേ. ഒരു സംശയ നിവൃത്തിക്ക് വേണ്ടെങ്കിലും ഒന്ന് വിളിച്ച് ചോദിക്കേ. ഹലോ, സി ആണോ? ക്യാപ്റ്റനാണേ. നീ സ്റ്റേഷനിലുണ്ടാവോ? എനിക്കൊരു കാര്യം അറിയണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ. ഇതിപ്പോ ആണാണോ പെണ്ണാണോ എന്ന് പോലും പറയാൻ പറ്റില്ലല്ലോ. ബോഡി ഐഡന്റിഫൈ ചെയ്തോ? ഇല്ല, മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. 2 ദിവസം നോക്കും. ആരും വന്നില്ലെങ്കിൽ സർക്കാർ ചെലവിൽ കുഴിച്ചു മൂടും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയോ? നോ, വി ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. തിരിച്ചറിയാതെ മരിച്ചത് രാജിയാണെന്ന് എങ്ങനെ മനസ്സിലായി? ഈ ഡോളറിൽ രാജി എന്ന പേരുണ്ട്. ജഡത്തിന്റെ അറിഞ്ഞാണത്തിൽ നിന്ന് കിട്ടിയതാ. അല്ല, നീ എന്റെ ഓഫീസറെ പോലെ കുറെ ചോദ്യങ്ങൾ ചോദിച്ചു. ഞാൻ അതിന് ഉത്തരവും പറഞ്ഞു. എന്താ നിന്റെ വരവിന്റെ ഉദ്ദേശം? എന്തിനാ ഈ ചോദ്യങ്ങൾ? അതിപ്പോഴാണ് ചോദിക്കുന്നത്. ചോദ്യം അവസാനമായിപ്പോയി. എങ്കിലും കാര്യം പറ. നീ ഏതോ ഒരു പെണ്ണിനെ അന്വേഷിച്ച് നടക്കുന്നുണ്ടായിരുന്നല്ലോ. അതും ഈ പെണ്ണും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ഏയ്, യാതൊരു ബന്ധവുമില്ല. നീ അന്വേഷിച്ച പെണ്ണിന്റെ പേരും രാജു എന്നോ മറ്റോ അല്ലേ? ആര് പറഞ്ഞു? നീ എന്ന് ഫോണിലൂടെ പറഞ്ഞല്ലോ.
ആ അത് പോട്ടെ, നീ എന്തിനാ പെണ്ണിനെ അന്വേഷിച്ചത്? അത് വേറൊരാൾക്ക് വേണ്ടിയാ. ആരാടാ ആള്? പറയടാ. ആളെ കണ്ടാലറിയാം, പക്ഷെ അഡ്രസ് അറിയില്ല. ഉം. സത്യമായിട്ട് അറിയാഞ്ഞിട്ടാ. എന്താ നിനക്കൊരു സംശയം പോലെ? എന്ത് ചെയ്യാൻ, പോലീസായി പോയില്ലേ? അതൊക്കെ പോട്ടെ, ഇനി നിനക്കെന്താ അറിയേണ്ടത്? ഒന്നും വേണ്ട, ഞാൻ പോയിക്കോട്ടെ. അങ്ങനെയാണ്.